രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് ചുമതലയേൽക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ കേരളത്തിലെ ദൃശ്യവാർത്താ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ആരായിരുന്നു രത്തൻ യു കേൽക്കർ? ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു രത്തൻ യു കേൽക്കർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ എന്താണ് ഇത്ര അസ്വാഭാവികതയുള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിഷ്കളങ്കമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വെസ്റ്റ് ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ടുള്ള മനോജ് കുമാർ അഗർവാൾ ആണ് ഇപ്പോ വെസ്റ്റ് ബംഗാളിന്റെ BJP ഗവൺമെന്റിന്റെ സുവേന്ദു അധികാരിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതായത് വെസ്റ്റ് ബംഗാളിലെ സുവേന്ദു അധികാരിയുടെ ചീഫ് സെക്രട്ടറി ആയിട്ട് മനോജ് കുമാർ അഗർവാളിനെ നിയമിച്ചത് അത് ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ഉപകാര സ്മരണയാണ് എന്നുള്ള രീതിയിൽ ആളുകൾ അതിനെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. നോക്കൂ, ഈ രത്തൻ യു കേൽക്കറിന്റെ കാലത്താണ്, ഇദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിൽക്കുന്ന കാലത്താണ് ഇലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ രേഖകളിൽ BJPയുടെ സീല് വന്നത്. ഇതിനെതിരെ വളരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതായിരുന്നു. അന്ന് അദ്ദേഹം അതിന് പറഞ്ഞിട്ടുള്ള ഒരു ന്യായീകരണം എന്ന് പറയുന്നത് അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആയിരുന്നു എന്നായിരുന്നു. ഇത്തരത്തിൽ BJPയുടെ നാവായിട്ട് പ്രവർത്തിക്കുന്ന, BJPക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നിയമിച്ചിട്ടുള്ള ആളുകളെ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിലേക്ക് നിയമിക്കുന്നത് അത് ശരിയാണോ എന്ന് ആളുകൾ ചിന്തിക്കേണ്ടതാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചിന്തിക്കേണ്ടതാണ്. ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസം മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി അദാനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള രത്തൻ യു കേൽക്കറിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ട് ചുമതലയേൽപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? എന്തായാലും കേരളത്തിന്റെ മതേതര മനസ്സിനെ BJPയുടെ കാൽക്കീഴിൽ അടിയറവ് വെക്കരുത് എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനോടും അതുപോലെ തന്നെ UDFനോടും പറയാനുള്ളത്.